നമസ്കാരം. മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം. മലയാള സിനിമാ നടി, തെന്നിന്ത്യൻ സിനിമാ നടി കൂടിയായ കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ അന്തരിച്ചിരിക്കുകയാണ്. കാവ്യ മാധവൻ എന്നാണ് നമ്മൾ എപ്പോഴും കാവ്യയെ പറയാറുള്ളത്. കാവ്യ എന്ന് മാത്രം നമ്മൾ എപ്പോഴും പറയാറില്ല. കാവ്യ മാധവൻ എന്ന്, അതായത് കാവ്യ എന്ന പേരിനോടൊപ്പം നമ്മൾ എപ്പോഴും അവരുടെ അച്ഛന്റെ പേര് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് കാവ്യയെ പോലെ തന്നെ സുപരിചിതമാണ് കാവ്യ മാധവൻ എന്ന പേര്, അല്ലെങ്കിൽ മാധവൻ എന്ന കാവ്യയുടെ പിതാവും. മാത്രമല്ല, അത് അത്രയും സുപരിചിതമാകാനായി കാവ്യ എല്ലാ അഭിമുഖത്തിലും അച്ഛനെ കുറിച്ചും അച്ഛന്റെ ഒരു പ്രോത്സാഹത്തിനെ കുറിച്ചും അച്ഛനാണ് തന്നെ ഈ വഴിയിലേക്ക് നയിച്ചതെന്നതിനെ കുറിച്ചും ഒക്കെ തന്നെ വാദോരാതെ സംസാരിക്കുന്ന കാവ്യം നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പി മാധവൻ എന്ന കാവ്യ മാധവന്റെ പിതാവ് കാവ്യയിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ എത്രത്തോളം വേദനാജനകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാവ്യ മാധവനെ അറിയപ്പെടുന്നത് നടിയാക്കിയത് അച്ഛൻ പി മാധവന്റെ ഉറച്ച പിന്തുണയുടെ ഫലം തന്നെയായിരുന്നു. മകളെ എന്നും ചേർത്ത് നിർത്തിയ അച്ഛൻ പ്രതിസന്ധികളിൽ എല്ലാം കൂടെ നിന്ന രക്ഷകർത്താവ് കൂടിയാണ്. കാവ്യയെ അറിയുന്നവർക്കൊപ്പം മാധവൻ ചേട്ടൻ ഒക്കെ തന്നെ പേര് എല്ലാവർക്കും അറിയായിരുന്നു. കലോത്സവ വേദികളിൽ എല്ലാ മക്കൾക്കൊപ്പം നിഴലായി എന്നും അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മകൾക്കൊപ്പം ചേർന്ന് നടക്കാൻ എപ്പോഴും മാധവൻ ഒപ്പം ഉണ്ടാകുമായിരുന്നു. കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അങ്ങോട്ട് മാറി. അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തന്റെ നട്ടലെന്ന് കാവ്യയും പറഞ്ഞിരുന്നു. ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. ഓസ്ട്രേലിയയിൽ നിന്ന് മകൻ മിഥുൻ എത്തുന്നതുവരെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. നടി കാവ്യ മാധവന്റെ പിതാവ് കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസിന്റെ ഉടമയും കൂടിയാണ്. 75-ാം വയസ്സിലാണ് അന്ത്യം. സംസ്കാരം കൊച്ചിയിൽ നടക്കുകയാണ് ചെയ്യുന്നത്. ഭാര്യ ശ്യാമളയാണ്, മകൻ മിഥുനാണ് ഉള്ളത്. മരുമക്കളായ റിയ ഓസ്ട്രേലിയയിലാണ് ഉള്ളത്. ദിലീപാണ് മറ്റൊരു മരുമകൻ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാവ്യക്കൊപ്പമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആദ്യ വിവാഹമോചനത്തിലും കാവ്യയെ പിന്തുണച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എല്ലാം പ്രതികരണം നടത്തുകയും മകളെ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തത് ഈ അച്ഛൻ തന്നെയായിരുന്നു. ദിലീപുമായുള്ള അപ്രതീക്ഷിത വിവാഹത്തെയും മനസ്സറിഞ്ഞ് പിന്തുണച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിസ്ഥാനത്തെത്തുമ്പോഴും കാവ്യയെ ചേർത്ത് പിടിക്കുകയുണ്ടായി അദ്ദേഹം. കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടിയ ഊർജമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നടിയെ ആക്രമിച്ച കേസ് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട നടി കാവ്യ മാധവന്റെ മാതാപിതാക്കളുടെ മൊഴിയും അന്ന് പോലീസ് എടുത്തിരുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ സ്ഥിരമായി വിളിച്ചതായി കണ്ടെത്തിയ നമ്പർ താൻ ഉപയോഗിച്ചിരുന്നതല്ല എന്ന കാവ്യ മാധവന്റെ വാദം നുണയാണ് എന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മൊബൈൽ സേവന ദാതാക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കാവ്യയുടെ അമ്മയുടെ പേരിലാണ് സിം കാർഡ് എടുത്തത് എന്ന് കണ്ടെത്തിയിരുന്നു. ഈ കാര്യങ്ങളിൽ വിശദീകരണം തേടാനാണ് ഇവിടെ മൊഴിയെടുത്തത്. ഈ വിഷയത്തിൽ അടക്കം കാവ്യയെയും ദിലീപിനെയും ചേർത്ത് നിർത്തുന്ന നിലപാടാണ് അച്ഛൻ എടുത്തത്. ഈ കേസിൽ മുന്നിൽ ഒരിക്കലും പതറിയില്ല. സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ പല വെളിപ്പെടുത്തലുകളിലും ചില ശബ്ദരേഖകളും കാവ്യയെക്കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു. നടിയെ ആക്രമിച്ച കേസ് നടക്കുന്ന സമയത്ത് കാവ്യയ്ക്ക് പനമ്പള്ളി നഗറിൽ സ്വകാര്യ ബാങ്കിൽ അക്കൗണ്ടും ലോക്കറും ഉണ്ടായിരുന്നു. അച്ഛൻ മാധവന്റെ സഹായത്തോടെയാണ് കാവ്യ ബാങ്ക് ഇടപാടുകൾ നടത്തിയിരുന്നത് എന്ന് പോലും വിവാദമെത്തി. കോടതിയിലും മൊഴി നൽകിയിരുന്നു. ഇതും പൂർണ്ണമായും ദിലീപിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു. ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ച കാവ്യ പിന്നീട് നായികയായി മാറുകയായിരുന്നു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച് പിന്നീട് മലയാള സിനിമയിലെ തിരക്കേറിയ നടിയായി മാറുകയായിരുന്നു. പിന്നീട് പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ എതിർത്തപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും കാവ്യയ്ക്ക് കരുത്തായി ഒപ്പം നിന്നത് അച്ഛനായിരുന്നു എന്നാണ് വസ്തുത. ദിലീപുമായുള്ള വിവാഹത്തിന് കുടുംബം സമ്മതിച്ചത് പോലും കാവ്യയുടെ സന്തോഷകരമായ ജീവിതത്തിന് മുൻഗണന നൽകുന്നത് കൊണ്ട് മാത്രമായിരുന്നു. ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ലക്ഷ്മി എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ മകൾക്ക് ചുറ്റുമാണ് കാവ്യയുടെ ലോകവും. ഇതിനിടെയാണ് പ്രിയപ്പെട്ട അച്ഛൻ കാവ്യ വിട്ടുപിരിയുന്ന വാർത്ത പുറത്തുവരുന്നത്.